അസ്സലാമലൈക്കും. നമ്മൾ ഒരുപാട് സുന്നി മക്കൾ സലഫി അതുപോലെ ജമാഅത്തെ ഇസ്ലാമി തബ്ലീഗ് ജമാഅത്തിൻ്റെ സ്കൂളുകളിലേക്ക് അവിടെ നല്ല ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു, നല്ല തജ്വീദോടെ ഖുർആൻ പഠിപ്പിക്കുന്നു എന്ന നിയത്തോടെ ഒരുപാട് ആൾക്കാർ അവിടത്തേക്ക് അയക്കുന്നു. ഇതിനെക്കുറിച്ച് നിങ്ങൾ എന്താ പറയുന്നത്? ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. നമ്മുടെ മക്കൾ നമ്മുടേതല്ലാതെയായി മാറും. സുന്നിയിൽ നിന്ന് പുറത്തുപോയി അവൻ ബിദ്അത്ത് പ്രസ്ഥാനങ്ങളിൽ സഹോദരങ്ങളെ അകപ്പെട്ടു പോയാൽ അതിന്റെ ദുരന്തം എന്താണെന്നറിയോ? എന്റെ കയ്യിലുണ്ട് ഇമാം ഇബ്നു മാജയുടെ സുനനു ഇബ്നു മാജയുടെ 49-ാമത്തെ വചനത്തിൽ ഹദീസായി രേഖപ്പെടുത്തിയ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, ലാ യഖ്ബലുല്ലാഹു ലിസാഹിബി ബിദ്അ. പുത്തൻവാദിയായ മനുഷ്യൻ ആ പുത്തൻവാദിയുടെ പുത്തൻവാദിയായ വ്യക്തിയിൽ നിന്ന് അല്ലാഹു സ്വീകരിക്കുകയില്ല. എന്ത്? സൗമൻ, അവന്റെ നോമ്പ് അല്ലാഹു സ്വീകരിക്കൂല. വലാ സ്വലാത്തൻ, അവൻ നിസ്കരിക്കുന്ന നിസ്കാരം അല്ലാഹു സ്വീകരിക്കൂല. പുത്തൻവാദിയായ എന്താ ഒരു നിസ്കരിക്കണില്ലേ, ഓല് പള്ളിണ്ടാക്കണില്ലേ എന്നൊരു ചോദ്യമുണ്ട്. അല്ലാഹുവിന്റെ റസൂലാണ് നമ്മളോട് പറയുന്നത്, ലാ യഖ്ബലുല്ലാഹ്, അല്ലാഹു സ്വീകരിക്കൂല. മിനൽ മുബ്തദി ലിസാഹിബി ബിദ്അ, പുത്തൻവാദിയായ വ്യക്തിയിൽ നിന്ന് സ്വീകരിക്കൂല. സൗമൻ, അവന്റെ നോമ്പ് സ്വീകരിക്കൂല. വലാ സ്വലാത്തൻ, നിസ്കാരം സ്വീകരിക്കൂല. വലാ സ്വദഖത്തൻ, ലക്ഷക്കണക്കിന് ഉറുപ്പിക സ്വദഖ ചെയ്താലും അല്ലാഹു അത് സ്വീകരിക്കൂല. വലാ ഹജ്ജൻ, ഹജ്ജ് ചെയ്താലും സ്വീകരിക്കൂല. വലാ ഉംറത്തൻ, അവന്റെ ഉംറ അല്ലാഹു സ്വീകരിക്കൂല. വലാ ജിഹാദൻ, അവന്റെ ജിഹാദ്, അവൻ നടത്തുന്ന ധർമ്മ സമരം അല്ലാഹു സ്വീകരിക്കൂല. എന്നിട്ട് റസൂല് പറയാണ്, വലാ സർഫൻ വലാ അദ്ലാ, ഫർളോ സുന്നത്തോ ആയ ഓരൊറ്റ ഇബാദത്തും സുന്നിയല്ലാത്തവർ ചെയ്താൽ അല്ലാഹു സ്വീകരിക്കുകയില്ല. ഇത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതാക്കൾ പറയുന്നതല്ല. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി നമ്മളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി സ്വർഗ്ഗത്തിലേക്കാക്കാൻ വേണ്ടി അല്ലാഹു പറഞ്ഞയച്ച സയ്യിദുൽ വുജൂദ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ പറയുന്നത്. അവന്റെ ഫർളും സ്വീകരിക്കൂല, സുന്നത്തും നിസ്കരിക്കൂല. യഖ്റുജു മിനൽ ഇസ്ലാമി, അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. ഹബീബ് നബി തങ്ങൾ പറഞ്ഞതാണിത്. അപ്പോ അങ്ങനെയുള്ള മക്കളായി മാറണം എന്ന് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടോ? നിസ്കരിക്കുന്ന നിസ്കാരം സ്വീകരിക്കാതെ, നോമ്പ് സ്വീകരിക്കാതെ, സ്വതക്ക സ്വീകരിക്കാതെ, ഖുർആനോത്ത് സ്വീകരിക്കാതെ, ഹജ്ജും ഉംറയും സ്വീകരിക്കാതെ ആഖിറത്തിൽ നരകത്തിൽ കിടന്ന് വെന്തുരുകേണ്ടി വരുന്ന ദുരന്തം ഉണ്ടാവണമെന്ന് ആരെങ്കിലും തങ്ങളുടെ മക്കളെ കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് മുജാഹിദുകളുടെ മദ്രസയിലേക്ക്, സ്കൂളിലേക്ക് പറഞ്ഞേക്കാം. തങ്ങളുടെ മക്കളെ അവർക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെ മദ്രസയിലേക്ക് പറഞ്ഞേക്കാം. തബ്ലീഗ് ജമാഅത്തിന്റെ മദ്രസയിലേക്ക് അവരെ പറഞ്ഞേക്കാം. എന്നാൽ അല്ലാഹു ഇബാദത്തുകൾ സ്വീകരിക്കാതെ, അവർ ചെയ്യുന്ന ഇബാദത്തുകൾ സ്വീകരിക്കാതെ, കുല്ലുഹും ഫിന്നാർ ഇല്ലാ മില്ലത്തൻ വാഹിദ, അവരൊക്കെയും നരകത്തിലാണ്, ഒരു വിഭാഗമേ സ്വർഗ്ഗത്തിലുള്ളൂ. മൻ ഹും യാ റസൂലല്ലാഹ്, ആരാണ് നബി അത് എന്ന് ചോദിച്ചപ്പോ അവിടുന്ന് പറഞ്ഞു, മാ അന അലൈഹി വഅസ്ഹാബി. ഒരു റിപ്പോർട്ടിൽ, മറ്റൊരു റിപ്പോർട്ടിൽ ഹും അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ, സ്വർഗ്ഗത്തിലേക്ക് പോകുന്നവർ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്ത് മാത്രമാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു. അങ്ങനെയുള്ള ആ ഒരൊറ്റ വിഭാഗത്തിൽ പെടണോ? സുന്നികളുടെ സ്ഥാപനത്തിലേക്ക് തന്നെ നമ്മുടെ മക്കളെ പറഞ്ഞേക്കണം. സുന്നികളുടെ സ്ഥാപനത്തിലേക്ക്, അത് സ്കൂൾ ആണെങ്കിലും മദ്രസയാണെങ്കിലും എന്താണെങ്കിലും പറഞ്ഞയച്ചാലേ അവന്റെ ഈമാൻ രക്ഷപ്പെടുകയുള്ളൂ, നമ്മുടെ മക്കൾ സ്വർഗ്ഗത്തിലെത്തുകയുള്ളൂ. ബിദ്അത്തുകാരുടെ സ്ഥാപനങ്ങളിലേക്ക് പറഞ്ഞയച്ചാൽ ആ മക്കൾ നരകത്തിലേക്ക് പോകുന്ന ദുരന്തം നമ്മൾ നോക്കി കാണേണ്ടി വരുമെന്ന് മാത്രമല്ല, പലപ്പോഴും ആ മക്കൾ ഈ ഉമ്മയെയും ഉപ്പയെയും ഈ കുടുംബത്തെ മുഴുവനും സഹോദരങ്ങളെ അഹ്ലുസ് സുന്നത്തിൽ നിന്ന് ബിദ്അത്തിലേക്ക് ചേർക്കുകയും മുബ്തദികളാക്കുകയും ചെയ്ത് നമ്മളെ കൂടി നരകത്തിലേക്ക് കൊണ്ടുപോകുമേ എന്ന വിവരം നമ്മളൊക്കെ, എന്ന ചിന്ത നമുക്കെല്ലാവർക്കും ഉണ്ടായിരിക്കണമേ.